ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോ ഞാൻ അവിടെ നേരമ്പലത്തിൻ്റെ അവിടെയാണ് ഡ്രോപ്പ് ചെയ്തത്. അവിടെ നിന്നാണ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ചുകൊണ്ട് പോന്നപ്പോൾ തന്നെ നമുക്ക് 350 രൂപയുടെ ആദ്യം മാച്ച് ട്രിപ്പ് അടിച്ചു. അത് ആദ്യം കിട്ടിയില്ല. പിന്നെ വീണ്ടും ട്രിപ്പായിട്ട് വന്ന് അങ്ങനെ അത് ഇവിടെ നമ്മളെ നെട്ടൂർ ലക്ഷൂർ ഹോസ്പിറ്റലിൻ്റെ ഒരു ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അതവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ആ ഡ്രോപ്പിൽ ഇങ്ങനെ പോന്നപ്പോൾ ഒരു 18 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ഡ്രോപ്പ് ചെയ്യാൻ. അതിങ്ങനെ പോന്നപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരില്ല. നട്ടുച്ച സമയമാണ്. സമയം ഇപ്പോൾ 11 മണി. 11 മണി ആയിട്ടുള്ളൂ. പക്ഷേങ്കിൽ നല്ല ഉറക്കം വരിക. അപ്പോൾ ഇപ്പോൾ ഉറക്കം പോയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ കസ്റ്റമർ കയറിയാലാണ് നമുക്ക് ആ ഉറക്കം വീണ്ടും വരിക. കാരണം അപ്പം നമ്മൾ മിണ്ടാണ്ടിരിക്കല്ലേ. ഇപ്പം നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് സൗണ്ടിൽ നല്ല പാട്ടിടാം, അടിപൊളിയായിട്ട് സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ പോവുക, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഉറക്കം പോവും. മറ്റേതിങ്ങനെ പതുക്കെ ഒരു അച്ചടക്കത്തിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഉറങ്ങും. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയിട്ടുമില്ലല്ലോ. അപ്പോൾ അതിന് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ട്രിപ്പ് കിട്ടുമ്പോഴേക്കാരെ വീണ്ടും ഉറക്കം വരിക. അപ്പോൾ കരുതും ഇപ്പോൾ ഉറങ്ങിയാൽ മതിയെന്ന്. കാരണം ഞാൻ രാത്രി ഒരു 12 മണിയായി കഴിഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് ഓടാൻ കഴിയില്ല ഉറക്കം വന്നിട്ട്. അതുപോലെ കറക്റ്റാണ് രാത്രി ഉറക്കം വരുന്നത് അതേപോലെ തന്നെ. അപ്പോൾ ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ടാണ് സംഭവം. അപ്പോൾ ഏതായാലും ഞാനത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെത്ര 425 ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പോകുന്ന ട്രിപ്പിനെ 350 രൂപ കേട്ടോ നമുക്ക് കിട്ടിയത്. അത് ഏകദേശം 41 മിനിറ്റ് എടുത്തിട്ടുണ്ട്. 23.95 കിലോമീറ്റർ. 525 ക്യാഷ് കളക്ട് ഉള്ളത്. അത് പിന്നെ എക്സ്ട്രാ 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 550 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഡ്രോപ്പ് ചെയ്ത് 11:02 ആയിട്ടുണ്ട് സമയം. ഞാൻ പോയിരുന്ന വഴിക്ക് തന്നെ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്തപ്പോൾ ഈ ട്രിപ്പ് ക്ലോസ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഊബർ ഓഫ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ ട്രിപ്പ് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം ഞാൻ അപ്പം ഉറക്കപ്പിച്ചെന്ന് എങ്ങനെയൊക്കെ എണീറ്റപ്പോഴാണ് ഞാൻ വേഗം ഊബറിന് ഓഫ് ചെയ്ത്. ഇനി എന്തായാലും ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഉറങ്ങണമെന്നില്ല ചിന്തയിൽ. ഇപ്പോൾ ഉറക്കം ഫുള്ള് പോയി. ഇനി അടുത്ത ട്രിപ്പ് കിട്ടുമ്പോഴേക്കും അടുത്ത ഉറക്കം വരിക. അപ്പോൾ ഈ റോഡ് നേരെ പോയാലേ നമ്മളെ ഫോർട്ട് കൊച്ചിക്ക് പോണേ പാലത്തിൻ്റെ അടിയിലേക്ക് എത്തും. മരടുന്ന് ഫോർട്ട് കൊച്ചിക്ക് പോണേ പാലത്തിൻ്റെ അടിയിലേക്കുള്ള റോഡാണ് ഈ റോഡ്. അപ്പോൾ അതിൻ്റെ അവിടുന്ന് നേരെ പോയിട്ട് പാലത്തിൻ്റെ അടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നല്ലൊരു തണലുണ്ട്. പാലത്തിൻ്റെ അടിയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അവിടെ പാലം എത്തിയിട്ടുണ്ട്. അപ്പോൾ പാലത്തിൻ്റെ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നല്ലൊരു പാർക്കിംഗ് സൗകര്യമുണ്ട്. ഞാൻ കുറേ ആയി ഇവിടെ വന്നിട്ട്. അവിടെ സൗകര്യം ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ വണ്ടികൾ എന്തെങ്കിലും ഇട്ടിക്കണോ ഒന്നും അറിയില്ല. എന്തായാലും ചെന്ന് നോക്കട്ടെ. ഈ കാറ് പോണേ റോഡാട്ടോ. ഇതിൻ്റെ അവിടെ ചെറിയൊരു പാലം പാടുണ്ട്. പക്ഷേങ്കിൽ ആ പാലം കയറണ്ട. ഈ ചെറിയ പാലം കയറാണ്ട് ലെഫ്റ്റ് കൂടി ഇവരിവിടെ റോഡ് ബ്ലോക്കൊക്കെയാണ്ട് നിൽക്കാണല്ലോ. കുഴപ്പമില്ല, നമുക്ക് ഇതിൽ കൂടി ഇങ്ങനെ നൈസിൽ പോകാനവിടെ സംസാരിച്ചിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ട്. എന്തായിക്കണമെന്ന് നോക്കട്ടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ചെറിയ പാലത്തിൻ്റെ അടിയിലല്ല, വലിയ പാലത്തിൻ്റെ അടിയിൽ തന്നെയാണ് പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് ഉള്ള സ്ഥലം അവിടെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യട്ടെ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് കടന്നുറങ്ങട്ടെ. നേരെ കയറ്റണോ ലെഫ്റ്റ് കയറ്റണോ? നേരെ കയറ്റാം. ലെഫ്റ്റ് കയറ്റിയാൽ അവിടെ വേറെ വണ്ടികളുണ്ട്. അത് എപ്പോഴേലും എടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പാർക്കിംഗ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല തണലുള്ള ഇങ്ങനത്തെ മരത്തിൻ്റെ അടിയിൽ നല്ല തണലുണ്ടാവും. അപ്പോൾ അവിടെ കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും കുറച്ച് നേരം ഒന്ന് കടന്നുറങ്ങട്ടെ. നല്ല തണലുള്ള ഒരു ഏരിയ കിട്ടിയിരിക്കണം. അപ്പോൾ ഇനി ഫാന് ഇവിടെ കിടക്കട്ടെ. എന്നിട്ട് നല്ല ഫാൻ ഇട്ടിട്ട് കുറച്ച് നേരം ഒരു സിനിമേൻ്റെ ബാക്കി കാണാണ്ട് അതും കണ്ടിട്ട് ഒറ്റ ഉറക്കാം. ഇപ്പോൾ സമയം 11:06. എന്തായാലും ഒരു 3-4 മണിക്കൂർ ഉറങ്ങാം, റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി ഓടാ ബാക്കി. അപ്പോൾ ഓക്കെ ഗൈസ്, ഒന്ന് കടന്നുറങ്ങിയിട്ട് വരാം. ഗുഡ് നൈറ്റ്. 3 hours later. അപ്പോൾ നമ്മളെ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. 2:33 അതിൻ്റെ സമയം. ഞാനിപ്പോൾ ഊബറും റാപ്പിഡോയൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉറക്കം ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും രാത്രി ഉറങ്ങാം. ഇനി ബാക്കി പണി എടുക്കട്ടെ, പൈസ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഊബറും റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നീങ്ങാം. സമയം 2:42 ആയി. വേറെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ഊബറിലും അടിച്ചിട്ടില്ല, റാപ്പിഡോയിലും അടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഇവിടുന്ന് മാറിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് CNG കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ CNG പെട്രോൾക്ക് മാറിയില്ല, പക്ഷേങ്കിൽ വാണിങ്ങിലാണ്. അത് നമ്മൾ നേരത്തെ ഇവിടെ കൊടുന്ന് വെക്കുമ്പോൾ വാണിങ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ മരത്തിൻ്റെ അടിയിലാട്ടോ ഇതുവരെ കടന്നുറങ്ങിയത്. അപ്പോൾ ഇനി ഏതായാലും മരട് പോയിട്ട് CNG അടിക്കാം. അപ്പത്തിന് വല്ല ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ അത് എടുത്തോടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ CNG അടിക്കാലും നടക്കട്ടെ. നമ്മുടെ വേക്കിലുള്ള പാലം ഇങ്ങനെ കയറി വന്നപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കത്തിരിക്കടവക്ക്. ഊബറിലാട്ടോ അടിച്ചത്. ഒരു അന്ത്രിയ പറഞ്ഞിട്ടൊരു കസ്റ്റമർ. അപ്പോൾ അത് പോണോ പോണ്ടേന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കണേ. നമ്മളെ ഇവിടുന്ന്
നമ്മളെ തേവര ഫെറിൻ്റെ അവിടെ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. 2 എത്ര കിലോമീറ്റർ പോയി പിക്ക് ചെയ്യാണ്ട് ഇല്ല 1.3 കിലോമീറ്റർ. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് കത്രിക്കടവുക്കാണ് ഡ്രോപ്പ് ഉള്ളത്. അപ്പത്തിന് നമ്മൾ CNG എന്തായാലും ഫുള്ളായിട്ട് കഴിയും. ഇപ്പോൾ വാണിങ്ങിൽ കിടക്കല്ലേ, അപ്പോൾ പെട്രോളിൽ പോകേണ്ടി വരും. ഇന്നിപ്പോൾ വലിയ ബ്ലോക്ക് ഇല്ല, എടുത്താൽ കുഴപ്പമുണ്ടാവോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല തോന്നണേ. ഏതായാലും നമുക്ക് പോയി എടുക്കാം അല്ലേ. ഏതായാലും ഇപ്പോൾ ട്രിപ്പ് എടുത്ത് ഇനിയിപ്പോൾ ഇവിടുന്ന് CNG അടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് കുറേ അവിടെ പോയിട്ട് വേണം U-turn അടിക്കാൻ. അപ്പോൾ CNG അടിക്കൽ നടക്കില്ല. പിന്നെ CNG അടിച്ചിട്ട് ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പോസ്റ്റേക്ക് കിടക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ അന്തിരിയാനെ പോയി പിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ആയിട്ടുള്ളത്. സമയം 5:22 നമുക്ക് നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്ന ട്രിപ്പില്ല CNG അടിക്കുന്നതിന് മുമ്പ്, അത് അപ്പം തന്നെ ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ CNG അടിക്കാൻ പോയി മരടുന്ന്. എന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ലിമെറിഡിയൻ ഹോട്ടലിൽ നിന്ന്. ഒരു 1.11 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. 2 മിനിറ്റ് കൊണ്ട് എത്തി. 97 രൂപ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് ഫോർട്ടോച്ചിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു 252 രൂപ. അത് ഫോറം മാളിൻ്റെ ഓപ്പോസിറ്റ് നിന്നാണ് അടിച്ചത്. അവിടുന്ന് നേരെ വീണ്ടും ഫോറം മാൾക്ക് തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു മരടിക്ക്. അവിടുന്ന് നേരെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടിച്ചൊരു ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെറിയ ട്രിപ്പ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടിച്ച്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കാലടിച്ച് പോകുന്നത്. ഇപ്പോൾ ഒരു ട്രിപ്പ് ഫോർട്ടോച്ചിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം ഓഫ് ചെയ്തു ഊബർ. ഇനി ഇവിടുന്ന് ഒരു ചായ കുടിക്കട്ടെ. ഇന്ന് ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ് കഴിച്ചത്. പിന്നെ യാത്രി റാപ്പിഡൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഇതിൽ വേറെ ഓടിയില്ല കേട്ടോ. യാത്രയിൽ ഒരു 219 രൂപയുടെ ഓടിയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതും കഴിഞ്ഞ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ലൊക്കേഷനും പാടെ ഓഫ് ചെയ്തിട്ടെ. ചാർജില്ല ഫോണിൽ. 5:23 സമയം. ഇനി ഇവിടെ ഒരു ചായക്കട ഉണ്ട്, അവിടെ പോയി ഒരു ചായ കുടിക്കട്ടെ. അപ്പോൾ നമ്മളെ പരിപാടി ക്ലോസ് ചെയ്തിട്ടോ. ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഊബർ റാപ്പിഡോ യാത്രയൊക്കെ ഓഫ് ചെയ്ത് നമ്മളെ ബോംബെ കാഫേൻ്റെ അവിടെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഫ്രണ്ടിലായിട്ട് നമ്മുടെ നാട്ടിലത്തെ ഒരാളെ തട്ടുകട ഉണ്ട്. അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോട്ടെ. അവിടെ നല്ല നെയ്ച്ചോറും പീസും ഉണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തത് ലാസ്റ്റ് ഇതേത് 0 ഇതാട്ടോ ലാസ്റ്റ് ട്രിപ്പ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇതെന്താ കയറി വന്നേ. ഈ ട്രിപ്പിൻ്റെ മുമ്പായിരുന്നു ഈ 2 ക്യാൻസലായത്. അത് ലാസ്റ്റാണ് അപ്ഡേറ്റ് ആയി കിടക്കുന്നത്. അതെന്താ അറിയില്ല. ഈ ട്രിപ്പ് 382 രൂപയാണ് നമുക്ക് കിട്ടിയത് 18 കിലോമീറ്ററിന്. പിന്നെ അത് 400 രൂപ ഉണ്ടായിരുന്നു, ബാക്കി ടാക്സ് പോയതാണ്. 30 രൂപ ടിപ്പുണ്ട്. അതൊരു ലേഡി ആയിരുന്നു. കാരണം റെയിൽവേ സ്റ്റേഷനിൽ ഏതോ ട്രെയിൻ ഏതോ വന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും ഊബറൊന്നും കിട്ടണില്ല. അപ്പോൾ എനിക്ക് ആദ്യം ഊബർ അടിച്ച് അത് നഷ്ടമായിരുന്നു. അത് ആൾ ക്യാൻസൽ ചെയ്തു. പിന്നെ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു കളമശ്ശേരിക്ക് തന്നെ. അതിന് 380 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉണ്ട് ഊബറിൽ 400 രൂപക്ക് കളമശ്ശേരി അടിക്കണേ. റാപ്പിഡോൻ്റെ ഇങ്ങാട്ടിൽ റേറ്റ് ഉണ്ട്. അപ്പോൾ എന്താ ടിപ്പ് കൂട്ടിയിട്ട് കാണും. 30 രൂപ ടിപ്പ് കിട്ടു ആ ലേഡി. അങ്ങനെ കിട്ടിയതാണ് ഈ ട്രിപ്പ്. അതുകൊണ്ട് ലാസ്റ്റത്തെ ട്രിപ്പ് നല്ലൊരു ട്രിപ്പായിരുന്നു. 52 മിനിറ്റ് എടുത്തിട്ടോ. 1 മണിക്കൂറിൻ്റെ അടുത്ത് സമയം എടുത്തിട്ടുണ്ട്. 439 രൂപയാണ് ക്യാഷ് കളക്ട് ചെയ്ത്. അപ്പോൾ ഞാൻ ഏതായാലും പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ റൂമിലെത്തിട്ടോ. ഇന്ന് ടോട്ടൽ ഓടിയത് CNGയിൽ ഓടിയത് 71 കിലോമീറ്റർ ആണ്. CNG അടിച്ചിട്ട് ഓടിയത് 350 കിലോമീറ്റർ ഓടി ഇന്നത്തെയും പാടെ. അത് ഞാൻ ഇന്ന് 0 ആക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇന്നലത്തെ ബാക്കിയായിട്ടാണല്ലോ ഇന്ന് ഓടിയത്. അപ്പോൾ 9:38 ആയപ്പോൾ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം, ഇന്നലെ ഉറക്കം ശരിയായിട്ടില്ല. ഇന്ന് ടോട്ടൽ ഓടിയത് ഇന്നത്തെ ഏണിങ്സ് 3350 കേട്ടോ. 16 ട്രിപ്പ്. ഇന്നത്തെ ദിവസം ഊബറിൽ ഓടിയത് 10 മണിക്കൂർ 9 മിനിറ്റ് കേട്ടോ. 16 ട്രിപ്പ് 3350. പിന്നെ യാത്രയിൽ ഒരു 217 എത്ര ഓടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇനി എന്തായാലും നാളെ കാണാം.